ന്യായാധിപന്മാർ അധ്യായം 18. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്തിയെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ്? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിലെന്താണ്? അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു. സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു. വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എസ്താവൂലിൽ നിന്ന് പുറപ്പെട്ടു. അവർ യൂദായിലെ കിരിയാത്ത് യയാറിമിൽ ചെന്ന് പാളയമടിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത്ത് യയാറിമിന് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതുക്കൽ നിന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നുചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ പറഞ്ഞു, മിണ്ടരുത്. വായ് പൊത്തി ഞങ്ങളോടുകൂടെ വരിക. ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി.
അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒരുമിച്ച് കൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. അവൻ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി? അവൻ പറഞ്ഞു, ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്കെന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നോ? ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. അവരെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്കാരുമായും സമ്പർക്കവുമില്ലായിരുന്നു. ബെത്രേഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമൻ്റെ പുത്രൻ യോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. Chapter 18. At that time there was no king in Israel. Moreover, the tribe of Danites were in search of a district to dwell in, for up to that time they had received no heritage among the tribes of Israel. So the Danites sent from their clan a detail of 5 valiant men of Zorah and Eshtaol to reconnoiter the land and scout it. With their instructions to go and scout the land, they traveled as far as the house of Micah in the mountain region of Ephraim, where they passed the night. Near the house of Micah they recognized the voice of the young Levite and turned in that direction. "Who brought you here, and what are you doing here?" they asked him. "What is your interest here?" "This is how Micah treats me," he replied to them. "He pays me a salary, and I am his priest." They said to him, "Consult God, that we may know whether the undertaking we are engaged in will succeed." The priest said to them, "Go and prosper. The Lord is favorable to the undertaking you are engaged in." So the 5 men went on and came to Laish. They saw that the people dwelling there lived securely after the manner of the Sidonians, quiet and trusting, with no lack of any natural resources. They were distant from the Sidonians and had no contact with other people. When the 5 returned to their kinsmen in Zorah and Eshtaol and were asked for a report, they replied, "Come, let us attack them, for we have seen the land, and it is very good. Are you going to hesitate? Do not be slothful about beginning your expedition to possess the land. Those against whom you go are a trusting people, and the land is ample. God has indeed given it into your power, a place where no natural resource is lacking." So 600 men of the clan of the Danites, fully armed with weapons of war, set out from where they were in Zorah and Eshtaol, and camped in Judah, up near Kiriath-Jearim. Hence to this day the place, which lies west of Kiriath-Jearim, is called Mahaneh Dan. From there they went on to the mountain region of Ephraim, and came to the house of Micah. The 5 men who had gone to reconnoiter the land of Laish said to their kinsmen, "Do you know that in these houses there are an ephod, household idols, and a carved idol overlaid with silver? Now decide what you must do." So turning in that direction, they went to the house of the young Levite at the home of Micah and greeted him. The 600 men, girt with weapons of war, who were Danites, stood by the entrance of the gate, and the priest stood there also. Meanwhile, the 5 men who had gone to reconnoiter the land went up and entered the house of Micah.
When they had gone in and taken the ephod, the household idols, and the carved idol overlaid with silver, the priest said to them, "What are you doing?" They said to him, "Be still, put your hand over your mouth. Come with us and be our father and priest. Is it better for you to be priest for the family of one man, or to be priest for a tribe and a clan in Israel?" The priest, agreeing, took the ephod, household idols, and carved idol, and went off in the midst of the band. As they turned to depart, they placed their little ones, their livestock, and their goods at the head of the column. The Danites had already gone some distance when those in the houses near that of Micah took up arms and overtook them. They called to the Danites, who turned about and said to Micah, "What do you want, that you have taken up arms? You have taken my God which I made, and have gone off with my priest as well," he answered. "What is left for me? How then can you ask me what I want?" The Danite said to him, "Let us hear no further sound from you, lest fierce men fall upon you, and you and your family lose your lives." The Danites then went on their way, and Micah, seeing that they were stronger than he, returned home. Having taken what Micah had made and the priest he had, they attacked Laish, a quiet and trusting people. They put them to the sword and destroyed their city by fire. No one came to their aid, since the city was far from Sidon, and they had no contact with other people. The Danites then rebuilt the city, which was in the valley that belongs to Beth-rehob, and lived there. They named it Dan, after their ancestor Dan, son of Israel. However, the name of the city was formerly Laish. The Danites set up the carved idol for themselves, and Jonathan, son of Gershom, son of Moses, and his descendants were priests for the tribe of the Danites, until the time of the captivity of the land. They maintained the carved idol Micah had made as long as the house of God was in Shiloh.